കോഴിക്കോട് നഗരമധ്യത്തിലെ പാളയത്ത് 38-കാരനായ ബി ബിജു സ്വന്തം വീടിനുള്ളിൽ അതിക്രൂരമായി കൊല്ലപ്പെട്ട സംഭവത്തിൽ കൊലപാതകത്തിന്റെ യഥാർത്ഥ ചുരുളഴിക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർ AV ഷൌക്കത്ത് അലിയുടെ ശക്തമായ ഇടപെടൽ വേണമെന്ന ആവശ്യവുമായി ജനങ്ങൾ. അന്വേഷണത്തിന്റെ ആദ്യഘട്ടം മുതൽ കേസ് കേവലം വ്യക്തിവൈരാഗ്യം എന്നതിലേക്ക് ചുരുക്കി കാണിക്കാൻ പോലീസ് ശ്രമിക്കുന്നു എന്ന ആരോപണം ശക്തമാണ്. 45 കുത്തുകളേറ്റ് കഴുത്തു തകർന്ന് മരിച്ച ബിജുവിന്റെ അതിഭീകരമായ കൊലപാതകത്തിന് പിന്നിലെ സത്യാവസ്ഥ മറച്ചുവെക്കപ്പെടരുതെന്നും കേസ് അട്ടിമറിക്കപ്പെടാതിരിക്കാൻ കമ്മീഷണർ കൃത്യമായി ഇടപെടണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ലഹരി സംഘങ്ങളുടെ വിഹാര കേന്ദ്രമായിരുന്ന പാളയം മേഖലയിലെ മാഫിയ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്തതും പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ ലഹരിവിരുദ്ധ പദ്ധതിയുടെ ഭാഗമായി നിർണായക വിവരങ്ങൾ കൈമാറിയതുമാണ് ബിജുവിനോടുള്ള പ്രതികാരത്തിന് കാരണമെന്ന് കുടുംബം തുറന്നടിക്കുന്നു. എന്നാൽ ബിജു പോലീസിന് ഒരു ലഹരി വിവരവും നൽകിയിട്ടില്ലെന്ന ഔദ്യോഗിക പ്രതികരണത്തോടെ പോലീസ് ഇത് തള്ളുകയാണ് ചെയ്തത്. കുടുംബം ഉന്നയിക്കുന്ന അതീവ ഗുരുതരമായ ആരോപണം തള്ളിക്കളയാൻ പോലീസ് കാണിച്ച ഈ തിടുക്കം തന്നെയാണ് സംശയങ്ങൾക്ക് തിരികൊളുത്തുന്നത്. തങ്ങളുടെ വീടിന് സമീപത്തെ പറമ്പിൽ തമ്പടിക്കുന്ന ലഹരി സംഘങ്ങളെ ബിജു നിരന്തരം എതിർക്കാറുണ്ടായിരുന്നുവെന്ന് അമ്മ ബേബി വ്യക്തമാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രദേശത്തെ ലഹരി മാഫിയയെ അന്വേഷണ നിഴലിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കി ഇതൊരു സാധാ വ്യക്തിവൈരാഗ്യ കേസ് മാത്രമാക്കി ഒതുക്കി തീർക്കാൻ പോലീസ് ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഞായറാഴ്ച പുലർച്ചെ 3 മണിയോടെ പാളയം പുതിയ കോവിലകം പറമ്പിലെ ഒറ്റമുറി വീടിനുള്ളിലാണ് ബിജുവിനെ ചോരയിൽ കുളിച്ച നിലയിൽ കണ്ടത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നതോടെയാണ് കൊലപാതകത്തിന്റെ കൊടും ക്രൂരത വെളിപ്പെടുന്നത്. അടുക്കള കത്തി പോലുള്ള ചെറിയ ആയുധം ഉപയോഗിച്ച് കഴുത്തിൽ മാത്രം 18 തവണയാണ് പ്രതി ആഞ്ഞുകുത്തിയത്. ഒടുങ്ങാത്ത വൈരാഗ്യവും കൃത്യമായ ആസൂത്രണവുമില്ലാതെ ഇത്തരം ഒരു നിഷ്ഠൂര കൃത്യം നടത്താൻ കഴിയില്ലെന്നിരിക്കെ ഇതിന്റെ പിന്നിൽ മാഫിയ നെറ്റ്വർക്കിന്റെ സാന്നിധ്യമുണ്ടോ എന്ന് പോലീസ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പ്രതിയെക്കുറിച്ച് CCTV ദൃശ്യങ്ങളിൽ നിന്ന് നിർണായക സൂചനകൾ ലഭിച്ചെന്നും ഒരാൾ കസ്റ്റഡിയിലുണ്ടെന്നും പ്രത്യേക അന്വേഷണ സംഘം സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും വിവരങ്ങളൊന്നും പരസ്യപ്പെടുത്താൻ പോലീസ് തയ്യാറായിട്ടില്ല. ഈ അമിത രഹസ്യ സ്വഭാവം അന്വേഷണത്തിന്റെ സുതാര്യതയെക്കുറിച്ചുള്ള സംശയങ്ങൾ ഇരട്ടിപ്പിക്കുകയാണ്. പോലീസിന് വിവരങ്ങൾ കൈമാറുന്ന ഇൻഫോമർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത ലഹരിവിരുദ്ധ പോരാട്ടങ്ങളുടെ വീര്യം കെടുത്തുമോ എന്ന ഭയം അന്വേഷണ ഏജൻസികൾക്കുണ്ടാകാം. എന്നാൽ വിവരങ്ങൾ മറച്ചുവെക്കുകയല്ല, മറിച്ച് യഥാർത്ഥ കുറ്റവാളികളെയും അവരുടെ പിന്നിലെ മാഫിയ ശൃംഖലയെയും വെളിച്ചത്ത് കൊണ്ടുവന്ന് പൂട്ടുകയാണ് വേണ്ടത്. കമ്മീഷണർ AV ഷൌക്കത്ത് അലിയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നേതൃത്വത്തിൽ ബിജുവിന്റെ കുടുംബത്തിന് അർഹിച്ച നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശം. ഈ വാർത്തയുടെ പൂർണ്ണ വിശദാംശങ്ങൾ അറിയാൻ ദ ഹാലി ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. ലിങ്ക് ഇൻ ബയോ.